2025 സെപ്റ്റംബർ എന്ന മാസത്തിൽ തന്നെ കുറഞ്ഞത് 19 പേരുടെ അടക്കം ജീവനെടുത്ത കണ്ടീഷനാണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ അല്ലെങ്കിൽ നഗ്ലേരിയ ഫൗളേരി എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ പൂട്ടി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച തിരുവനന്തപുരത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 9 പേർ. കുളിക്കാൻ ഇറങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മരണമടിയുന്ന അവസ്ഥ. വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണിത്. എന്തുകൊണ്ട് ഇത് വരുന്നു, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ബ്രെയിൻ ഈറ്റിംഗ് അമീബ ഇന്ന് കേരളത്തിൽ വളരെയധികം സ്പ്രെഡായി കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇതിന്റെ രോഗകാരണം എന്ന് പറയുന്നതാണ് നഗ്ലേരിയ ഫൗളേരി എന്ന് പറയുന്ന ഒരു അമീബയാണ് ഈ അസുഖത്തിന്റെ പ്രധാന റീസൺ. ഈ അമീബ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നു. ഇത് എങ്ങനെയാണ് വരുന്നത് എന്നാൽ, ഈ അമീബ കാണപ്പെടുന്നത് ചൂടുള്ള വെള്ളത്തിലാണ്, വാം വാട്ടറിലാണ് ഇത് കാണപ്പെടുന്നത്. ചൂടുള്ള ശുദ്ധജലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ, തടാകങ്ങൾ, നദികൾ, ക്ലോറിനേഷൻ ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകൾ, ഇതിലൊക്കെയാണ് ഈ അമീബ കണ്ടുവരുന്നത്. ഇതെങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്നാൽ, നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെയാണ് ഇത് കയറുന്നത്. മൂക്കിലൂടെ കയറുകയും നമ്മുടെ ഓൾഫാക്ടറി നെർവ് വഴി തലച്ചോറിലേക്ക് എത്തുകയും തലച്ചോറിന്റെ കവറിംഗ് ആയ മെനിഞ്ചസിനെ ആദ്യം ഇത് ബാധിക്കാൻ തുടങ്ങി. മെല്ലെ അത് തലച്ചോറിനുള്ളിലോട്ട് കിടക്കുകയും അങ്ങനെ തലച്ചോറിനെ കവർന്ന് തിന്നുന്ന ഒരു കണ്ടീഷനാണിത്. തലച്ചോറിനുള്ളിൽ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാവുകയും അങ്ങനെ തലച്ചോറിന് മെല്ലെ ഒരു നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ ആ അമീബ നമ്മുടെ തലച്ചോറിനെ കഴിച്ചുകൊണ്ടിരിക്കും. ആണ് ഇതിനെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്നതിന്റെ റീസൺ. എന്താണ് അപ്പോൾ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്? നമുക്കിപ്പോൾ മുങ്ങി കുളിച്ചിട്ടുണ്ട്, ഈ ഒരു കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഈ അമീബ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ് ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കടുത്ത പനി അനുഭവപ്പെടാം, ഛർദിൽ വരും. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത് കഴുത്തിന് മുറുക്കം ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണേണ്ടതാണ്. അതോടൊപ്പം ഡോക്ടറിനോട് പറയണം, ഇതിനു മുന്നേ നമ്മളിങ്ങനെ കുളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം, കുളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു കാര്യം ഡോക്ടറിനോട് പറയുക. സ്റ്റാർട്ടിങ് പനിയൊക്കെ ആയി തുടങ്ങുമെങ്കിൽ മെല്ലെ നമുക്ക് നല്ല രീതിക്കുള്ള തലചുറ്റൽ അനുഭവപ്പെടാൻ തുടങ്ങും. ഇത് ഫിറ്റ്സിലോട്ട് എത്തും, അൺകോൺഷ്യസ് ആകും പേഷ്യൻ്റ്, പിന്നെ കോമ എന്ന അവസ്ഥയിലോട്ടൊക്കെ എത്തും. അപ്പോൾ സർവൈവൽ ചാൻസ് വളരെ കുറഞ്ഞൊരു കണ്ടീഷനാണ്, വളരെ റാപ്പിഡ് പ്രോഗ്രഷനാണ്. നമ്മുടെ ശരീരത്തിൽ ഈ അമീബ പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ ആക്ഷൻ നടക്കുന്നത്. അമീബ പ്രവേശിച്ച് ഒരു 7 ദിവസത്തിനുള്ളിൽ കണ്ടീഷൻ സിവിയർ ആകും. ഓക്കെ, അപ്പോൾ ഇതിന് ചികിത്സ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധമാണ് ഏറ്റവും നല്ല മാർഗം. പ്രതിരോധിക്കാനായി നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക. ശുദ്ധജല തടാകത്തിലാണെങ്കിൽ നമ്മൾ കുളിക്കുമ്പോൾ മൂക്കിൽ നോസ് ക്ലിപ്പ് യൂസ് ചെയ്ത് കുളിക്കാൻ ശ്രമിക്കുക. ഇതിലൂടെയാണ് ഇത് തലച്ചോറിലോട്ട് എത്തുന്നത്. അപ്പോൾ മൂക്കിലൂടെ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക. ഇതൊരിക്കലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു കണ്ടീഷൻ അല്ല. അപ്പോൾ എല്ലാവരും